ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ ഒരു നെക്ക് ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നെക്ക് ഞാൻ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം താഴെ ഒരു ബോക്സ് പോലെ വരച്ച ശേഷം അവിടെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിൽ തെച്ച അതേ സ്റ്റിച്ച് തന്നെയാണ് താഴെയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുകളിലത്തെ ഭാഗം ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്ത പോലെ ഇതിലും ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിട്ടുള്ളത്. തയ്ക്കാൻ വളരെ എളുപ്പമായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പോരാഞ്ഞിട്ട് കുറച്ച് ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. കുറച്ച് സമയമെടുക്കും, പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണിത്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് മിക്ക എൻ്റെ ചുരിദാറുകളിലും ഞാനിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയാം. അപ്പോൾ ബോക്സിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഒരു ഫ്ലവർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട്, അതായത് രണ്ട് ആ മൂലയുടെയും ഈ ഫ്ലവറിൻ്റെയും നടുവിലായിട്ട് കുറച്ചുകൂടെ കളർ വ്യത്യാസത്തിലുള്ള ഒരു ഒരു നൂലെടുത്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണ്. താഴേന്ന് മുകളിലോട്ട് സൂചി എടുത്ത ശേഷം 3 ചുറ്റു ചുറ്റുക. എന്നതിന് ശേഷം വീണ്ടും സൂചി താഴേക്കിറക്കി ഇതുപോലെ 3 ചുറ്റു ചുറ്റിയ ശേഷം താഴേക്കിറക്കി ഇതുപോലെ പതുക്കെ വലിക്കുക. വളരെ പതുക്കെയായിട്ട്, ഞാൻ സ്പീഡിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ വളരെ പതുക്കെ ഇതുപോലെ വലിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും തൊട്ടടുത്തായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഈ തുണിയുടെ 1 മീറ്റർ തുണി എന്ന് പറയുന്നത് 125 രൂപയാണ്. അപ്പോൾ ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്യാമല്ലോ. ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തുണി എടുത്ത് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. പിന്നെ പുറത്തും തച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ മറ്റൊരു ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ തന്നെ തച്ച തുണി നമുക്കിടുമ്പോൾ ഒരു കോൺഫിഡൻസ് ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ അതിന് ശേഷം ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഈ 2 ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒരു റോസ് കളറിലെ പിന്നെ നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 ഇതുപോലത്തെ ഫ്രഞ്ച് നോട്ട് ഞാൻ ഇടുന്നുള്ളൂ അതിന്, ഇതുപോലെ. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും നടുവിലായിട്ട് ഇതുപോലെ 3 ഫ്രഞ്ച് നോട്ട് വരുന്ന ഫ്ലവർ കൂടെ ചെയ്തിട്ടുണ്ട്. കാണാമല്ലോ, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. പിന്നെ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ കട്ട് ബീഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫ്ലവറിന് ലീഫ് വേണമല്ലോ. അപ്പോൾ ലീഫിൻ്റെ പ്രതീതി വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് 3 കട്ട് ബീഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാത്തിലും ഞാനിങ്ങനെ ഇതുപോലെ തയ്ക്കുകയാണേ. ഇതുപോലെ വളരെ ചേർത്തിട്ട്, അതായത് ഒരു ബീഡ് കുറച്ച് മുകളിലായിട്ടും മറ്റേ 2 സൈഡിലും കുറച്ച് താഴെയായിട്ടും വരത്തക്ക വിധത്തിലാണ് ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ നമ്മൾ നേരത്തെ വരച്ചു വിട്ടില്ലേ ബോക്സ്, അതിനുള്ളിലായിട്ട് ഇതുപോലെ റോസ് കളറിലുള്ള കുഞ്ഞ് ബീഡ്സാണ്, വളരെ ചെറിയ ബീഡാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ബീഡ് എല്ലാ സൂചിയിലും കയറില്ല. വളരെ തിന്നായിട്ടുള്ള സൂചി വാങ്ങിക്കാൻ കിട്ടുമല്ലോ. എനിക്ക് തോന്നുന്ന 9 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പിന്നെ നമ്പർ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഏതായാലും ചെറിയ നീഡിൽ തന്നെ ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ ഈ ബീഡ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബോക്സിനുള്ളിൽ ഫുള്ളായിട്ടും ചെറിയ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ മെറൂൺ കളറിലുള്ള, ഏതാണ്ട് മജന്ത മെറൂൺ എങ്ങാണ്ടോ ആണ്, ഈ കളറിലുള്ള കുഞ്ഞ് ബീഡാണ്. ഇതുപോലെ തന്നെ വളരെ ചെറിയ ബീഡാണ്. അതും ഇതുപോലെ ഇടയ്ക്കിടെ അവിടെ ആയിട്ട് ഒരു ഓർഡറൊന്നും ഇല്ലാണ്ട് അവിടെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ കുറച്ച് ക്ഷമ വേണം. ഞാനിത് പലപ്പോഴായിട്ടൊക്കെയാണ് തയ്ച്ചിട്ടുള്ളത്. അതാണ് എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ അവസാനത്തെ ഒരിത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ കയ്യിലും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ക്രാഫ്റ്റും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ചിലപ്പോൾ കുക്കിംഗ് ഉണ്ടാവും, ക്രാഫ്റ്റ് ഉണ്ടാവും, സ്റ്റിച്ചിങ് ഉണ്ടാവും. അങ്ങനെ എനിക്കറിയാവുന്നതൊക്കെ അതൊക്കെയാണ്. ഇതിൽ അവിയൽ പരുവത്തിലാണ്. എനിക്കറിയാവുന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.